സോ നമ്മൾ അവസാനമായിട്ട് പഠിപ്പിച്ചത് ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന പോർഷനായിരുന്നു. സോ അതിൻ്റെ ഒരു ക്വസ്റ്റൻ എങ്ങാനും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ബാക്കിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരും ഓർക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇൻറ്റഗ്രേഷനിലെ പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ യു വി എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ദി ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ്. സോ ആ ഫോർമുല ഉറപ്പായിട്ട് മസ്റ്റായിട്ട് അത് അറിഞ്ഞിരിക്കണം. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലംസൊക്കെ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ ഇൻറ്റഗ്രൽ എക്സ് ലോഗ് എക്സ് ഇൻറ്റു ഡി എക്സ്. സോ ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് ലോഗ് എക്സും ഈ എക്സിനെയൊക്കെ നമ്മൾ വിളിക്കുന്നതാണ് ഓൾജിബ്രായിക് ഫങ്ഷൻസ് എന്നാണ് വിളിക്കുന്നത്. നമുക്ക് ലോഗ് എക്സും ലോഗ് ഫങ്ഷനും ഓൾജിബ്രായിക് ഫങ്ഷനും കൂടിയാണ് നമുക്ക് ഒരു ക്വസ്റ്റ്യനിനകത്ത് വരുന്നതെങ്കിൽ എപ്പോഴും നമ്മൾ ലോഗിനെ ഫസ്റ്റ് ഫങ്ഷനായിട്ട് എടുക്കുകയും സെക്കൻഡ് ഫങ്ഷനായിട്ട് ഓൾജിബ്രായിക് ഫങ്ഷനെ എടുക്കുകയും ചെയ്യണം. സോ ആ രീതിയിൽ നമ്മളിവിടെ ഫസ്റ്റ് ഫങ്ഷൻ യു ആയിട്ട് ലോഗ് എക്സിനെയും സെക്കൻഡ് ഫങ്ഷൻ വി ആയിട്ട് എക്സിനെയുമാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇനി നമ്മൾ ഈ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഇൻറ്റഗ്രൽ ലോഗ് എക്സ്. ഫസ്റ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മൾ ലോഗ് എക്സിനെ എഴുതി ലോഗ് എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു ഡി എക്സ് ഇസിക്കൽ ടു റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഫസ്റ്റ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ദി ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് ഇൻറ്റഗ്രൽ ഓഫ് ദി ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് ഇൻറ്റു ഡി എക്സ്. സോ നമ്മൾ അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ലോഗ് എക്സ്. അതുപോലെ തന്നെ എഴുതി ഇൻറ്റഗ്രൽ ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ ടു, ഇൻറ്റഗ്രൽ ഓഫ് എക്സ് എക്സ് സ്ക്വയർ ബൈ ടു മൈനസ് ഇൻറ്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് എത്രയാ 1/x വന്നു ആൻഡ് ഇൻറ്റഗ്രൽ ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ ടു ഇൻറ്റു ഡി എക്സ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു ലോഗ് എക്സ് തന്നെ എടുത്തെഴുതി എക്സ് സ്ക്വയർ ബൈ ടു അത് തന്നെ എടുത്തെഴുതി മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് 1/xഉം എക്സ് സ്ക്വയർ ബൈ ടുവും കൂടെ ക്യാൻസൽ ചെയ്തപ്പോൾ നമുക്ക് എക്സ് ബൈ ടു കിട്ടി ഇൻറ്റു ഡി എക്സ്. ഇനിയും ഇവിടെ ഒരു ഇൻറ്റഗ്രൽ ഉണ്ട്. സോ നമുക്ക് ഈ ഒരു ഫംഗ്ഷനെയും കൂടെ നമുക്കിനി ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. സോ ലോഗ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ ടു മൈനസ് ഇവിടെ 1/2 കോൺസ്റ്റൻ്റ് ആണ്. സോ അത് പുറത്ത് കിടക്കട്ടെ. ബാക്കി എക്സിൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ ടു. അപ്പം 1/2 പുറത്ത് കിടപ്പുണ്ട്. ആ 1/2 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ ടു എന്ന് പറയുമ്പം എക്സ് സ്ക്വയർ ബൈ 4 പ്ലസ് സി. ഇതാണ് ഇതിൻ്റെ ആൻസർ. സോ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ അങ്ങനെയാണ് നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യനകത്ത് നമുക്ക് വന്നിരിക്കുന്നത് ഇൻറ്റഗ്രൽ എക്സ് ക്യൂബ് ഇൻറ്റു ലോഗ് എക്സ്. ഇവിടെയും രണ്ട് ഫങ്ഷൻസ് ഉണ്ട്. എക്സ് ക്യൂബ് ഒരു ഫംഗ്ഷൻ, ലോഗ് എക്സ് വേറൊരു ഫംഗ്ഷൻ. സോ നേരത്തെ പോലെ തന്നെ നമ്മൾ ഇവിടെയും പ്രോഡക്റ്റ് റൂളാണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് അതിനു വേണ്ടി നമ്മൾ ലോഗ് എക്സിനെ ചൂസ് ചെയ്ത് എപ്പോഴും ഓർത്തോണം ലോഗരിതമിക് ഫംഗ്ഷനും ഓൾജിബ്രായിക് ഫംഗ്ഷനും തമ്മിൽ കൂടെ വരുമ്പം നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എപ്പോഴും നമ്മൾ ലോഗരിതമിക് ഫംഗ്ഷനെ ചൂസ് ചെയ്യണം. സെക്കൻഡ് ഫംഗ്ഷനായിട്ട് നമ്മൾ ഓൾജിബ്രായിക് ഫംഗ്ഷൻസിനെയും ചൂസ് ചെയ്യും. സോ ഇൻറ്റഗ്രൽ ലോഗ് എക്സ് ഇൻറ്റു എക്സ് ക്യൂബ് ഇൻറ്റു ഡി എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് ഇൻറ്റു ഡി എക്സ്. സോ ദാറ്റ് ഈസ് ലോഗ് എക്സ്. അതുപോലെ തന്നെ എടുത്തെഴുതി ഇൻറ്റഗ്രൽ ഓഫ് എക്സ് ക്യൂബ്. എക്സ് ക്യൂബിന് ഇൻറ്റഗ്രൽ നമുക്ക് ഫോർമുല അറിയാം, നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എക്സ് റേസ് ടു എൻ്റെ ഇൻറ്റഗ്രൽ എന്താ പറഞ്ഞത്? എക്സ് റേസ് ടു n+1/n+1. അതായത് ഇവിടെ പവർ 3 ആണെങ്കിൽ 1 കൂട്ടുക, അത് മേലെ എഴുതുക, അത് തന്നെ താഴെ എഴുതുക. മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന 1/x ഇൻറ്റു എക്സ് ക്യൂബിൻ്റെ ഇൻറ്റഗ്രൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 കൂട്ടി മേലെയും താഴെ എഴുതുക എക്സ് റേസ് ടു 4/4 ഇൻറ്റു ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ലോഗ് എക്സ് ഇൻറ്റു എക്സ് റേസ് ടു 4/4 മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഇവിടെ എക്സും നമുക്ക് ക്യാൻസൽ ചെയ്യാമല്ലോ. അത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി x³/4 ഇൻറ്റു ഡി എക്സ് എന്ന് വന്നു. സോ വിച്ച് ഇസ് ഈക്വൽ ടു log x ഇൻറ്റു എക്സ് റേസ് ടു 4/4 അതേപടി എടുത്തെഴുതി മൈനസ് ഇവിടെ 1/4 കോൺസ്റ്റൻ്റ് ആണ്. ആ സ്റ്റെപ്പ് ഞാൻ എഴുതിയില്ലാന്നേ ഉള്ളൂ. 1/4 കോൺസ്റ്റൻ്റ് ആണ്, അത് വെളിയിലേക്ക് എടുക്കും. ബാക്കി എക്സ് ക്യൂബിൻ്റെ ഇൻറ്റഗ്രൽ എടുക്കുമ്പം എക്സ് റേസ് ടു 4/4 വരും. പിന്നെ 1/4 ഒന്നും വെളിയിൽ കിടപ്പുണ്ട്. അപ്പോൾ എക്സ് റേസ് ടു 4/4 ഇൻറ്റു 4 എന്ന് പറഞ്ഞ് 16 പ്ലസ് സി എന്ന് വരും.
സോ അതാണ് ഈ ക്വസ്റ്റ്യൻ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് രണ്ട് ഫംഗ്ഷൻസിൻ്റെ പ്രൊഡക്റ്റായിട്ടാണ് തന്നിരിക്കുന്നത്. എക്സ് സ്ക്വയറിൻ്റെയും e3xൻ്റെയും പ്രൊഡക്റ്റായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ നമ്മളിവിടെയും ഫസ്റ്റ് ഫംഗ്ഷൻ യു ആയിട്ട് ഇപ്പോൾ ഇവിടെ നേരത്തെ പോലെ ഇച്ചിരി വ്യത്യാസമുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ലോഗും ഓൾജിബ്രായിക് ഫംഗ്ഷൻ, അതായത് ഓൾജിബ്രായിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ്, x⁴, അതുപോലത്തെ ഫംഗ്ഷൻസിനെയാണ് ഓൾജിബ്രായിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. സോ എക്സും, അതായത് ഒരു ഓൾജിബ്രായിക് ഫംഗ്ഷനും ലോഗ് എക്സും കൂടെ വരുമ്പം എപ്പോഴും നമ്മൾ ലോഗ് എക്സിനെയാണ് ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് ചൂസ് ചെയ്യേണ്ടത്, ഓൾജിബ്രായിക് ഫംഗ്ഷൻസിനെ സെക്കൻഡ് ഫംഗ്ഷനായിട്ടും ചൂസ് ചെയ്യണം. പക്ഷേ നമുക്ക് ഓൾജിബ്രായിക് ഫംഗ്ഷനും എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനും, അതായത് e⁻x എന്ന രൂപത്തിലുള്ള ഒരു ഫംഗ്ഷനാണ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ. അതായത് ഓൾജിബ്രായിക് ഫംഗ്ഷനും എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻസും നമുക്ക് തരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് ഓൾജിബ്രായിക് ഫംഗ്ഷൻസിനെയും സെക്കൻഡായിട്ടേ നമ്മൾ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻസിനെയും ചൂസ് ചെയ്യാൻ പാടുള്ളൂ. സോ ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാണ്. സോ ഇൻ്റഗ്രൽ x² e⁻3x dx = ഫസ്റ്റ് ഫംഗ്ഷൻ ഇവിടെ x², ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് ഇൻറ്റു dx. നിങ്ങൾ ആ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കാണിച്ച ആ ഫോർമുല ഉണ്ടല്ലോ, ഈ ഒരു ഫോർമുല ഇൻ്റഗ്രൽ UVC, ആ ഒരു ഫോർമുല അങ്ങ് കാണാൻ പഠിച്ചാൽ മാത്രം മതി. അത് ക്വസ്റ്റ്യൻ ഇങ്ങനെ രണ്ട് ഫംഗ്ഷൻസിൻ്റെ പ്രൊഡക്റ്റായിട്ട് തരുമ്പോൾ തന്നെ നിങ്ങൾ ഈ ഒരു ഫോർമുല ആദ്യം എഴുതി ജസ്റ്റ് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടാവുന്നതേ ഉള്ളൂ, ഒരു പ്രയാസവും ഇല്ല. സോ ഈ ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കണം. സോ അപ്പോൾ നമ്മൾ എഴുതി x² ഇൻ്റഗ്രൽ e⁻3x dx മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് ഇൻറ്റു dx. സോ നമുക്ക് x² അതുപോലെ എഴുതി. ഇനി നമുക്ക് e⁻3x ഇൻ്റഗ്രലാണ് വേണ്ടത്. സോ നമ്മൾ ഈ ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. e⁻3x ഒക്കെ ഇൻ്റഗ്രൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യാന്ന് പറയുന്നത് പാടാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ചെറിയ ഫോർമുല, ഈ ഗ്രീൻ കളർ ബോക്സ് ഉണ്ടല്ലോ, ഈ ഒരു ചെറിയ ഫോർമുല ഓർത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാത്രം മതി. അതായത് e⁻ax, a എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻറ്റാണ്. ആ a എന്ന് പറഞ്ഞാൽ 1 or 2 or 3 എന്ത് വേണമെങ്കിലും ആകാം. അപ്പോൾ e⁻ax ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് e⁻ax ഡിവൈഡഡ് ബൈ a. ഈ ഒരു ഫോർമുല നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ ഇതിനകത്ത് പെട്ടെന്ന് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ നമുക്കറിയാം ഇവിടെ e⁻3x ഇൻ്റഗ്രലാണ് നമുക്ക് വേണ്ടത്. സോ നമ്മുടെ ഫോർമുല എന്താണ്? e⁻ax എന്ന് പറയുന്നത്, ax ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് e⁻ax ബൈ a. സോ അത് നമ്മളിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും e⁻3x/3 മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് x². x² ഡെറിവേറ്റീവ് 2x എന്ന് കിട്ടി. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു e⁻3x ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് e⁻3x/3, അത് അപ്ലൈ ചെയ്തു ഇൻറ്റു dx. സോ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ നമ്മളിത് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ. e⁻3x ഇൻറ്റു x²/3 മൈനസ് ഇവിടെ 2/3 പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ഉണ്ട്, അതിനെ വെളിയിലേക്ക് എടുത്തു, ഇൻറ്റു ഇൻ്റഗ്രൽ x ഇൻറ്റു e⁻3x ഇൻറ്റു dx. സോ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഇനിയൊരു ഇൻ്റഗ്രൽ സൈൻ ഉണ്ട്. അത് മാത്രമല്ല ആ ഇൻ്റഗ്രൽ സൈനിനുള്ളിൽ രണ്ട് ഫങ്ഷൻസും ഉണ്ട്. നേരത്തെയൊക്കെ ഇവിടെ ഒരു ഇൻ്റഗ്രൽ സൈൻ ഉള്ളിൽ ഒരു ഫംഗ്ഷനേ ഉള്ളായിരുന്നു, ഇപ്പോൾ അവിടെ രണ്ട് ഫംഗ്ഷനുണ്ട്. സോ നമ്മൾ ആ ഉള്ളിലും ഇനി അഗെയിൻ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. സോ അതായത് ഈ തന്നിരിക്കുന്ന ഈ ഒരു ഫംഗ്ഷൻ അതേവിടെ എടുത്ത് എഴുതാം. e⁻3x ഇൻറ്റു x²/3 മൈനസ് 2/3 ഇൻറ്റു ഇവിടെ രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്, എക്സും e⁻3x. സോ അവിടെ നമ്മൾ അഗെയിൻ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. സോ ഇവിടുത്തെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് ആണ്. ഞാൻ പറഞ്ഞു ഓൾജിബ്രായിക് ഫംഗ്ഷനും എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനും വരുമ്പം ഉറപ്പായിട്ടും നമ്മൾ ഓൾജിബ്രായിക്കിനെ ഫസ്റ്റ് ഫംഗ്ഷനായിട്ടും എക്സ്പൊണൻഷ്യലിനെ സെക്കൻഡ് ഫംഗ്ഷനായിട്ടും എഴുതണം. സോ എക്സ് ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു integral of second into dx, which is equal to e⁻3x into x²/3 minus 2/3 into x into e⁻3x ൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് e⁻3x/3 മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്കിവിടെ 1 എന്ന് വന്നു, ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് e⁻3x എന്ന് പറയുന്നത് e⁻3x/3.
സോ നിങ്ങൾ ഈ ക്വസ്റ്റ്യനൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ബ്രാക്കറ്റൊക്കെ ഇട്ട് ചെയ്യണം. കാരണം ഈ സൈനിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ്. ഈ ബ്രാക്കറ്റ് ഒന്നും ഇട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മൈനസ് ഏതാ പ്ലസ് ഏതാ ഇൻറ്റു ഏതാ എന്നൊന്നും മനസ്സിലാകത്തില്ല. സോ ഇതുപോലെ തന്നെ ചെയ്ത് പഠിക്കണം. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ അയച്ചു തന്നു. സോ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചാൽ മാത്രം മതി. സോ നിങ്ങൾക്ക് ഇതിൽ സംശയം തോന്നും എന്ന് ഓർത്തിട്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ അയച്ചു തരുന്നത്. കാരണം അല്ലെങ്കിൽ എനിക്ക് സൂം വഴി ക്ലാസ് എടുത്താൽ മതിയായിരുന്നു. പക്ഷേ അപ്പോഴും അതത്രയും ക്ലിയർ ആവണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് അയച്ചു തന്നത്. കാരണം നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും എടുത്തെടുത്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചു. സോ നിങ്ങളത് നോക്കി ശ്രദ്ധിച്ച് എഴുതി പഠിക്കണം, എന്നാലേ ക്ലിയർ ആകത്തുള്ളൂ. സോ ഇത് വേണമെങ്കിൽ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് e raised to 3x into x square by 3 മൈനസ് ഇവിടെ ഒരു 2/3 ഓൾറെഡി പുറത്തുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ 2/3 വെച്ച് നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. സോ നമുക്ക് കിട്ടി -2/9 ഇൻറ്റു എക്സ് e raised to 3x. ഈ മൈനസും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ പ്ലസ് ആയി, പ്ലസ് 2/3 ഇൻറ്റു ഇൻറ്റഗ്രൽ e raised to 3x by 3 ഇൻറ്റു dx എന്ന് വന്നു. ദാറ്റ് ഈസ് എടുത്തെഴുതുമ്പോൾ e raised to 3x ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 3 മൈനസ് e raised to 3x into x square by 3 minus 2x into e raised to 3x by 9 plus ഇവിടെയും 1/3 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 1/3 വെളിയെടുത്തിട്ട് നമുക്ക് 2/9 എന്ന് കിട്ടി. 2/9 ഇൻറ്റു ബാക്കി e raised to 3x വരും. സോ e raised to 3xൻ്റെ ഇൻറ്റഗ്രൽ e raised to 3x by 3 plus c. ദാറ്റ് ഈസ് e raised to 3x into x square by 3 minus 2x into e raised to 3x by 9 plus 2/27 into e raised to 3x plus c. സോ ഈ ക്വസ്റ്റിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടെന്ന് തന്നെ ഞാൻ പറയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകത്തുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പറഞ്ഞാൽ മതി. ഞാൻ ഒന്നുകൂടെ വിശദീകരിച്ച് എഴുതി പറഞ്ഞ് വീഡിയോ അയച്ചു തരാം. ഈ ക്വസ്റ്റിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇച്ചിരി അധികം സ്റ്റെപ്സ് ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അടുത്ത ക്വസ്റ്റ്യൻ എല്ലാം സെയിം രീതി തന്നെ. ഞാൻ ഓരോന്നിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. രണ്ടുമൂന്നെണ്ണം പറഞ്ഞാൽ സെയിം മെത്തേഡ് തന്നെ ഉപയോഗിക്കുന്നുള്ളൂ, എന്നാലും ഞാൻ പറയുവാണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ ഇൻറ്റഗ്രൽ എക്സ് ഇൻറ്റു e raised to 2x ഇൻറ്റു dx. ഇവിടെ നമുക്ക് രണ്ട് ഫങ്ഷൻസ് അവർ തന്നിട്ടുണ്ട്, എക്സും e raised to 2x. സോ രണ്ട് ഫങ്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിവിടെ പ്രോഡക്റ്റ് റൂളാണ് യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഫങ്ഷൻ നമ്മൾ എക്സിനെ എടുത്തു, സെക്കൻഡ് ഫങ്ഷന് e raised to ഇവിടെ ഒരു തെറ്റ് പറ്റി കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ e raised to x അല്ല, e raised to 2x ആണ്. ഞാൻ എഴുതിയപ്പോൾ തെറ്റിപ്പോയതാ, ശ്രദ്ധിക്കണം. സെക്കൻഡ് ഫംഗ്ഷൻ v എന്ന് പറയുന്നത് e raised to 2x ആണ്. സോ നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ്, അതായത് ഇവിടെ e raised to 2x ഇൻറ്റു dx മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് ഇൻറ്റു dx വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു നമ്മൾ നേരത്തെ പറഞ്ഞു e raised to axൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് e raised to ax by a ആണ്. സോ ഇവിടെ എക്ക് പകരം 2 ആണ്. സോ e raised to 2x by 2 മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അതുകൊണ്ട് നമ്മളിവിടെ എടുത്തെഴുതിയില്ല. ഇനി ഇൻറ്റഗ്രൽ ഓഫ് e raised to 2x എന്ന് പറയുന്നത് e raised to 2x by 2 ഇൻറ്റു dx വിച്ച് ഈസ് ഈക്വൽ എക്സ് ഇൻറ്റു e raised to 2x by 2 മൈനസ് ഇവിടെ 1/2 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് വെളിയിലേക്ക് എടുത്തു. ബാക്കി ഇൻറ്റഗ്രൽ e raised to 2x ഇൻറ്റു dx വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു e raised to 2x by 2 മൈനസ് 1/2 ഇൻറ്റു e raised to 2xൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് e raised to 2x by 2 പ്ലസ് c വിച്ച് ഈസ് ഈക്വൽ ടു, എല്ലാം കൂടെ റീഅറേഞ്ച് ചെയ്തിരുന്നേ ഉള്ളൂ, എക്സ് ഇൻറ്റു e raised to 2x by 2 മൈനസ് e raised to 2x by 2 ഇൻറ്റു 2 4 പ്ലസ് c. ക്ലിയർ ആണല്ലോ? ആ സെയിം രീതിയിൽ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഫംഗ്ഷൻ നമ്മൾ യുവിനെ എക്സ് ആയിട്ട് എടുത്തു, സെക്കൻഡ് ഫംഗ്ഷൻ വിനെ e raised to x ആയിട്ട് എടുത്തു. സെയിം രീതിയാണ്, നിങ്ങളൊന്ന് നോക്കിയാൽ മാത്രം മതി. സോ അടുത്ത ക്വസ്റ്റ്യൻ ഇൻറ്റഗ്രൽ 3 ഇൻറ്റു log x ഇൻറ്റു dx. സോ ഇവിടെ നമ്മൾ ഇതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്.
ഈ വീഡിയോയിലല്ല, നമ്മൾ ക്ലാസ്സിൽ വെച്ച് ചെയ്തതാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് ഇൻ്റഗ്രൽ ലോഗ് എക്സ് എന്ന് പറഞ്ഞ്. അപ്പോൾ അതിനകത്ത് നമ്മൾ എങ്ങനെയാണ് ചെയ്തേ? നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ ലോഗ് എക്സിനെ ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് നമ്മൾ ലോഗ് എക്സിനെ ചെയ്തു. സെക്കൻഡ് ഫംഗ്ഷനായിട്ട് നമ്മൾ 1 എന്ന് എഴുതി അല്ലേ? ലോഗ് എക്സിനെ 1 × ലോഗ് എക്സ് എന്ന് എഴുതാമല്ലോ. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഫംഗ്ഷൻ അതിനകത്ത് നമ്മൾ 1 എന്ന് എഴുതി. അതുപോലെ തന്നെ ഇവിടെ 3 × ലോഗ് എക്സ് എന്നേ പറയുന്നുള്ളൂ. അതുകൊണ്ട് നമ്മളിവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ യു ആയിട്ട് ലോഗ് എക്സിനെ എടുത്തു, സെക്കൻഡ് ഫംഗ്ഷൻ വി ആയിട്ട് 3നെ എടുത്തു. എന്നിട്ട് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. സോ ഫസ്റ്റ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ്, ഇൻറ്റഗ്രൽ ഓഫ് 3 × dx മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇൻറ്റു dx വിച്ച് ഈസ് ഈക്വൽ ടു ലോഗ് എക്സ് ഇൻറ്റു 3യുടെ ഇൻറ്റഗ്രൽ എത്രയാണ് വരുന്നത്? 3x മൈനസ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1/x ഇൻറ്റു 3യുടെ ഇൻറ്റഗ്രൽ 3x ഇൻറ്റു dx. ദാറ്റ് ഈസ് ലോഗ് എക്സ് ഇൻറ്റു 3x മൈനസ് ഇവിടെ എക്സും എക്സും ഉണ്ട്, അത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ബാക്കി ഇൻറ്റഗ്രൽ 3 × dx എന്ന് വരും. ദാറ്റ് ഈസ് ലോഗ് എക്സ് ഇൻറ്റു 3x മൈനസ് ഇൻറ്റഗ്രൽ 3 എന്ന് പറയുന്നത് 3x + c. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7th ക്വസ്റ്റ്യൻ, ഇൻറ്റഗ്രൽ x⁵5 × log x × dx. സോ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് നമ്മൾ ലോഗ് എക്സിനെ ചൂസ് ചെയ്തു. ഞാൻ പറഞ്ഞു, ഒന്നുകൂടി നിങ്ങളത് ക്ലിയർ ആക്കണം. ലോഗ് എക്സും ഓൾജിബ്രാക് ഫംഗ്ഷനും വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് ലോഗ് എക്സിനെയും സെക്കൻഡ് ഫംഗ്ഷനായിട്ട് ഓൾജിബ്രാക് ഫംഗ്ഷനെയും എടുക്കും. ഓൾജിബ്രാക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ്, x², x³ എക്സെട്ര. ഇനി നമുക്ക് ഓൾജിബ്രാക് ഫംഗ്ഷനും എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻസും ആയിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് നമ്മൾ ഓൾജിബ്രാക് ഫംഗ്ഷൻസിനെയും സെക്കൻഡ് ഫംഗ്ഷനായിട്ട് നമ്മൾ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻസിനെയുമാണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ. സോ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ u = log x, v = x⁵5. സോ ഇൻറ്റഗ്രൽ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് ഇൻറ്റു dx എന്ന് വന്നു, വിച്ച് ഈസ് ഈക്വൽ ടു log x ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് ദ ഫസ്റ്റ് x⁵5ൻ്റെ ഇൻറ്റഗ്രൽ ഒന്ന് കൂട്ടി വീണ്ടും താരം, അതായത് x⁵6/6 മൈനസ് ഇൻറ്റഗ്രൽ log xൻ്റെ ഡെറിവേറ്റീവ് 1/x ഇൻറ്റു x⁵6/6 ഇൻറ്റു dx വിച്ച് ഈസ് ഈക്വൽ ടു log x ഇൻറ്റു x⁵6/6 മൈനസ് ഇവിടെ ഒരു 1/6 കോൺസ്റ്റൻറ്റാണ്, അതിനെ നമ്മളെടുത്ത് വെളിയിലോട്ട് എഴുതി. ഇനി എക്സും x⁵6ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് x⁵5 ഇൻറ്റു dx എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു log x ഇൻറ്റു which is equal to log x into x⁵6/6 minus 1/6 into x⁵5ൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് x⁵6/6 plus c. That is log x into x⁵6/6 minus 1/6 into 1/6 എന്ന് പറയുമ്പോൾ 1/36 into x⁵6 plus c. ഇനി രണ്ട് ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. ആ രണ്ട് ക്വസ്റ്റ്യൻസ് നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ ആണെങ്കിലും x² × e⁻x എന്നാണ്. അപ്പം നമ്മൾ x² ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എടുത്തു, e⁻xനെ സെക്കൻഡ് ഫംഗ്ഷനായിട്ട് എടുത്തു. സെയിം പ്രൊസീജിയറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇനി പിന്നെയും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് സ്റ്റെപ്സ് നോക്കിയാൽ മനസ്സിലാകും. അതുപോലെ തന്നെ ലോഗും ഓൾജിബ്രാക് ഫംഗ്ഷൻസ് വരുമ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് നമ്മൾ log xനെ ചൂസ് ചെയ്യും, സെക്കൻഡായിട്ട് നമ്മൾ ഓൾജിബ്രാക് ഫംഗ്ഷൻസിനെയും ചൂസ് ചെയ്യും. ആ ക്വസ്റ്റ്യനും കൂടി ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത്രയുമാണ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിലെ പ്രോബ്ലം. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒന്ന് നോക്കണം, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറഞ്ഞാൽ മതി, ഞാൻ എത്ര വേണമെങ്കിലും പറഞ്ഞുതരാം.